ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2 ക്ലാസ് 2018 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നടത്തിയ നമ്മുടെ നഴ്സറി ടീച്ചർ എക്സാമിൻ്റെ 2 പേജ് നോക്കിയല്ലേ. ഇനി ബാക്കിയാണ് 3-ാമത്തെ പേജ് നോക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം ഏതാണ്? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം. ഓപ്ഷൻ എ മണ്ണൻ, ബി മഞ്ഞപ്പിത്തം, സി ടെറ്റനസ്, ഡി ചിക്കൻ പോക്സ്. എന്താണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം? ഓക്കെ, എന്താ ആൻസർ? ഓപ്ഷൻ ബി മഞ്ഞപ്പിത്തം. ഏതാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം? മഞ്ഞപ്പിത്തം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ ആരാണ്? ഓപ്ഷൻ എ പൗലോ ഫ്രയർ, ബി ഗാന്ധിജി, സി റൂസോ, ഡി ടാഗോർ. പൗലോ ഫ്രയർ, ഗാന്ധിജി, റൂസോ, ടാഗോർ. ഏതാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ? ഓക്കെ, ഓപ്ഷൻ സി റൂസോ. ഏതാണ്? ഓപ്ഷൻ സി റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ. ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ബ്രൂണർ, ബി വൈഗോട്സ്കി, സി പിയാഷെ, ഡി കോഹ്ലർ എന്ന് പറയും, കൊയ്ലർ എന്ന് പറയും. ഓക്കെ, ഏതാണ് ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ബ്രൂണർ, ബി വൈഗോട്സ്കി, സി പിയാഷെ, ഡി കോഹ്ലർ അല്ലെങ്കിൽ കൊയ്ലർ. ആൻസർ ഓപ്ഷൻ ബി വൈഗോട്സ്കി. പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ്. ഓപ്ഷൻ എ അറിവിൻ്റെ സംഭരണി, ബി സംവാദങ്ങളെ നിരാകരിക്കുന്നു, സി നിഷ്ക്രിയനാണ്, ഡി പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഏതാണ് പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് എന്ത് ചെയ്യുന്നു? അറിവിൻ്റെ സംഭരണിയാണോ, അല്ലെങ്കിൽ സംവാദങ്ങളെ നിരാകരിക്കുന്നു, നിഷ്ക്രിയനാണ്, പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് പഠന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. ഒരു പ്രായോഗികവാദി. ഓപ്ഷൻ എ ജോൺ ഡ്യൂയി, ബി ഫ്രോബൽ, സി റൂസോ, ഡി കൊമീനിയസ്. പ്രായോഗികവാദി. ജോൺ ഡ്യൂയി, ഫ്രോബൽ, റൂസോ, കൊമീനിയസ്. ഏതാണ് പ്രായോഗികവാദി? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ജോൺ ഡ്യൂയി. പ്രായോഗികവാദി ജോൺ ഡ്യൂയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം. ഓപ്ഷൻ എ സംവാദം, ബി ചർച്ച, സി അന്വേഷണം, ഡി നിരീക്ഷണം. സംവാദം, ചർച്ച, അന്വേഷണം, നിരീക്ഷണം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഓക്കെ, ഓപ്ഷൻ സി അന്വേഷണം. ഓപ്ഷൻ സി അന്വേഷണം. ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഓപ്ഷൻ എ സമസംഘം, ബി പര്യാവരണം, സി സമൂഹം, ഡി അധ്യാപകർ. സമസംഘം, പര്യാവരണം, സമൂഹം, അധ്യാപകർ. ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം. അപ്പോൾ ഏതാണ് ആൻസർ? ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം ഓപ്ഷൻ ബി പര്യാവരണം. ഏതാണ്? പര്യാവരണം. ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പര്യാവരണം. അംഗൻവാടികളുടെ ചുമതലയുള്ള വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാമവികസന വകുപ്പ്, ബി പട്ടികജാതി ക്ഷേമ വകുപ്പ്, സി വിദ്യാഭ്യാസ വകുപ്പ്, ഡി സാമൂഹ്യക്ഷേമ വകുപ്പ്. ആൻസർ ഡി സാമൂഹ്യക്ഷേമ വകുപ്പാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചോണേ. എനിക്കൊരു ചെറിയ ഡൗട്ട്, പട്ടികജാതി ക്ഷേമ വകുപ്പാണോ സാമൂഹ്യക്ഷേമ വകുപ്പാണോ എന്നൊരു സംശയം. എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. ജ്ഞാനനിർമ്മിതിവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ ആരാണ്? ജ്ഞാനനിർമ്മിതിവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ ആരാണ്? ഓപ്ഷൻ എ പെസ്റ്റലോസി, ബി ജോൺ ഡ്യൂയി, സി പൗലോ ഫ്രയർ, ഡി ഫ്രോബൽ. ജ്ഞാനനിർമ്മിതിവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ. ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി. ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി. അടുത്ത ക്വസ്റ്റ്യൻ. അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണമെന്ന് പ്രസ്താവിച്ചതാര്? അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണമെന്ന് പ്രസ്താവിച്ചതാര്? ഓപ്ഷൻ എ ടാഗോർ, ബി വിവേകാനന്ദൻ, സി താരാഭായ് മോദക്, ഡി ഗാന്ധിജി.
ടാഗോർ, വിവേകാനന്ദൻ, താരാഭായ് മോദക്, ഗാന്ധിജി. അധ്യാപിക, ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണമെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ഗാന്ധിജി. ആരാണ്? ഓപ്ഷൻ ഡി ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ അഡ്ലർ, ബി ബ്രൂണർ, സി നോം ചോസ്കി, ഡി പിയാഷെ. അഡ്ലർ, ബ്രൂണർ, നോം ചോസ്കി, പിയാഷെ. ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓക്കെ, ഓപ്ഷൻ സി നോം ചോസ്കി. അതാണ് ഓപ്ഷൻ സി നോം ചോസ്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത പേജാട്ടോ. അപ്പം 3 പേജ് ഇപ്പം 3 പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആൻസർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിയ ശേഷം സംശയമുള്ളവരുണ്ടെങ്കിലും അതേപോലെ തന്നെ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്രീ പ്രൈമറി കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആദ്യമായിട്ട് പ്രീ പ്രൈമറി കോച്ചിങ് ആരംഭിച്ച സമയത്ത് കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസുകൾ അതിൽ നിന്ന് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കാണാത്തവരും കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി കാണുമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക. അതിനകത്ത് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കാണുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാതെ കാണാം. അതുവരെ ബൈ.